ഹായ് 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 നമസ്കാരം. അഭിലാഷാണ്. നിഷാദ് അല്ലെങ്കിൽ വയനാടാണെങ്കിലും വയനാടാ വയനാടല്ലേ പിന്നീട് മലപ്പുറം തിരൂര്. അപ്പൊ മൂവാറ്റ എങ്ങനെയുണ്ട്? മൂവാറ്റുപുഴ അടിപൊളിയാണ്. ഇവിടെ സാഗർഷിയാസുക സാഗർഷിയാസുക അബിക്കായൊക്കെ ഉണ്ടല്ലോ. അബിക്കായൊക്കെ ഉണ്ടായിരുന്നൊരു നാടാണ്. അബിക്കാന്റെ നാട് ഇതാണോ? അബിക്കായുടെ നാട് മൂവാറ്റയാണ്. അബിക്കാടെ കൂടെ കുറെ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടോ? പുള്ളി അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പോയി കാണാൻ വേണ്ടി പോകുന്നത്. അന്നത്തെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. 10 വർഷം മുൻപാണ്. ഈ ഫേസ് ഇപ്പൊ ബോച്ചയുടെ രൂപം വന്നോണ്ടല്ല, ഈ ഫേസ് നേരത്തെ ഇഷ്ടമാണ്. കാരണം ഞാൻ നോക്കുന്ന എല്ലാ വെബ് സീരീസിലും ഇഷ്ടമാണ്. ആണല്ലോ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്, ആൽബങ്ങള്. കാരണം മലപ്പുറം ഭാഗത്തുള്ള, ഞാൻ തമാശക്ക് പറഞ്ഞാണ് വയനാട് എന്നുള്ള, മലപ്പുറം ഭാഗത്തുള്ള എല്ലാ ആൽബങ്ങളും നിഷാദായി. ഉണ്ടായിരുന്നു ആദ്യം. ക്രിസ്മസ് അല്ലേ? പിന്നീട് സിനിമയിലേക്ക് മാറി കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. ക്രിസ്മസിലാണ് ഹാപ്പി ക്രിസ്മസ്, ഭയ, അതുപോലെ തന്നെ സ്വപ്നസുന്ദരി നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാഞ്ചാലി, നിരവധി സിനിമകൾ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചലഞ്ചർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിലുണ്ടായിരുന്നു അല്ലേ? അതിന് സലീം ബാബയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, മമ്മിക്ക് നല്ല സപ്പോർട്ടാണ്. ഒരുപാട് സിനിമകൾ ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്താ അറിയോ, ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറി. സിനിമയിൽ അഭിനയിക്കാൻ തന്നെ നിഷാദ് അതെ, സിനിമ ഞാൻ ഈ റീൽസ് ആണല്ലോ ഇപ്പൊ ട്രെൻഡ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിക്കുന്നവർക്ക് അറിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കടന്ന് പെട്ടെന്ന് വൈറലാണ്. അതെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ബോച്ചയുടെ ഡ്യൂപ്പ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അറിയപ്പെട്ടു. ഷോർട്ട് ഫിലിം ഉണ്ട്, എന്തായാലും ഇദ്ദേഹത്തിന് നല്ലൊരു വേഷത്തിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത മാസം അതിന്റെ ഷൂട്ട് തുടങ്ങും. അപ്പൊ ഈ രൂപത്തിലാണ് വരുന്നത്, ഈ ലുക്കിലാണ് നിഷാദ് വരുന്നത്. ഭാര്യയിലാണ് ഞാൻ സെറ്റ് ആക്കിയത്. അപ്പൊ ഈ ലുക്ക് കാണുമ്പോൾ പറയുമ്പോൾ ഇച്ചിരി രജിസ്റ്റർ ആവും. പക്ഷെ ബോച്ചെന്ന് പറയുമ്പോൾ ആ ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ, പക്ഷെ പേര് ഫേമസ് ആണ് നിഷാദ്. നമ്മുടെ കൂട്ടുകാരി തന്നെ പറഞ്ഞു, ആ നിഷാദിന്റെ കൂടെ അല്ലെന്ന് ചോദിച്ചു. കാരണം ഫേമസ് ആണ് ആ പേര്. നിഷാദ് കല്ലിങ്ങളിൽ ഒരുപാട് ആളുകൾ അന്ന് ആ സമയത്ത് കൂടുതലും വൈറലായതും ജനങ്ങളിലേക്ക് എത്തിയതും ബോച്ചയുടെ ഒരു മുടിയാണ്. മുടിയൊക്കെ ഒതുക്കി കെട്ടി ഇത് തന്നെ കൊണ്ടു നടക്കുന്നത്. പിന്നെ എന്തൊരു പുള്ളിയുടെ ആഗ്രഹമുണ്ട്, ബോച്ചേറ്റി എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങണം. അങ്ങനൊന്നും ആഗ്രഹമൊന്നുമില്ല. അല്ല എന്തുകൊണ്ടല്ലോ അല്ല, ഷോപ്പ് ഈ അടുത്ത് ടീ ഷോപ്പും അതുപോലെ തന്നെ അല്ല, അതങ്ങനല്ല. ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസ് അതുപോലെ ചായ കൂടെ. അപ്പോൾ അതിന് പേര് കണ്ടെത്താൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഏതായാലും വൈറലായത് ബോച്ചയുടെ ഡ്യൂപ്പാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു മോച്ചെന്ന് പറഞ്ഞിട്ട് കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോച്ചെ ടീ എന്ന് പറഞ്ഞു. അങ്ങനെ പലരും ബോച്ചെ ജൂനിയർ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ പേര് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നടക്കട്ടെ എല്ലാ ആഗ്രഹവും. എന്തായാലും നല്ല നല്ല അവസരങ്ങൾ നിഷാദ് വരും. കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എറണാകുളത്താണെങ്കിൽ ആ 3 ദിവസം ബോച്ചേനെ കാണാൻ പോയി നിന്നൊക്കെ വൈറലായി പോയി. എന്തായാലും നിരവധി പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു, നല്ല പ്രോഗ്രാമായിരുന്നു. എന്തായാലും പ്രോഗ്രാം എല്ലാം അടിപൊളി. ഒരുപാട് പേര് വന്നു. അപ്പോൾ യാത്രയിലാണ്, തിരിച്ചു പോവുകയാണ്. എന്തായാലും സന്തോഷം. വന്നു, സുമാരചേട്ടൻ വന്നു, അഭിലാഷ് ഉണ്ടായിരുന്നു, നിഷാദ് ഉണ്ടായിരുന്നു. താങ്ക് യു. പ്രോഗ്രാം നടന്നു. ഓക്കെ, താങ്ക് യു.